ഇറാന്റെ അടുത്ത പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമനേയി മൂപ്പരെ കാണാനില്ലല്ലോ സർ. അല്ല, ഇതിനകത്ത് ഇന്നിപ്പോൾ കൺഫേം ചെയ്തു വന്നിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, റോയിട്ടേഴ്സ് കൺഫേം ചെയ്ത് പറയുന്നത്, ഈ അയതുള്ള അലി ഖംനേയി മരിക്കുന്ന സന്ദർഭത്തിൽ ഈ മൊജിതാബ് അവിടെ ഉണ്ടായിട്ടില്ല. അയാൾ വിദേശത്ത് മറ്റ് എവിടെയോ ആയിരുന്നു. അതിനുശേഷം പിന്നെ അയാൾ ഈ പ്രദേശത്തേക്ക് വന്നിട്ടില്ല. അയാൾ ആരും കണ്ടിട്ടില്ല. അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇതാണ് അതിൻ്റെ വസ്തുത. ഇയാളെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിലും പ്രശ്നങ്ങളുണ്ട്. കാരണം 88 അംഗ അവരുടെ ഒരു അസംബ്ലി പോലത്തെ സഭയുണ്ട്. ക്ലർക്കാണ്, അതായത് ഈ മതപണ്ഡിതന്മാരാണ് അതിനകത്ത് വരുന്നത്. ആ മതപണ്ഡിതന്മാർ ചേർന്ന് ഇയാളെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിലും അവിശ്വസനീയതയുണ്ട്. കാരണം അങ്ങനെ ഇതിൻ്റെ ഒരു പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷ പാസ്സായിട്ട് ആ ബിരുദം കിട്ടിയിരിക്കണം. ആ ബിരുദം മാർജ എന്ന് പറയുന്ന ഒരു ബിരുദമുണ്ട്. ആ ബിരുദമുള്ള ഒരാളല്ല ഇദ്ദേഹം. ഈ മൊജ്താബിനെ മതവിദ്യാഭ്യാസവും മതത്തിലെ വിജ്ഞാനവും താരതമ്യേന വളരെ കുറവാണ്. ഇയാൾക്ക് 4 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. ആ 4 ആൺമക്കളിൽ മൂത്തയാൾ മുസ്തഫയാണ്. മുസ്തഫ ഇപ്പോഴും മതപഠനത്തിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അയാൾക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ ബിരുദം ഉണ്ടല്ലോ, ആ ബിരുദം കിട്ടുന്നതിനുള്ള എന്താണ് അതിൻ്റെ പേര്, ഈ മാർജ ബിരുദം. ആ മാർജ ബിരുദം കിട്ടുന്നതിനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. ഈ മൂത്ത മകൻ. രണ്ടാമത്തെ മകനാണ് മൊജ്താബ്. മൂന്നാമത്തെ മകൻ മൗസാദ്. ആ മൗസദും വലിയ രീതിയിൽ മതവിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മക്കൾ ഉന്നതമായ മതവിദ്യാഭ്യാസം നേടാൻ പോയി. ഈ രണ്ടാമത്തവൻ എന്ന് വെച്ചാൽ മൊജ്താബ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അച്ഛൻ്റെ കാലത്ത് പിൻനിരയിൽ നിന്നുകൊണ്ട് ഭരണം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചില്ലറ അടിച്ചു മാറ്റുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തെക്കുറിച്ച് അന്ന് വ്യാപകമായി തന്നെ പരാതികളുണ്ടായിരുന്നു. ഏറ്റവും ഇളയ മകനായിട്ടുള്ള മെയ്സാം എന്ന് പറയുന്ന കക്ഷി ചാരിറ്റി പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലുമാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. 2 പെൺമക്കളുണ്ട്. അതിലൊരു മകൾ മരിച്ചു പോയതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് വിവരമില്ല. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ 4 ആൺമക്കളെക്കുറിച്ചും ഈ ഇദ്ദേഹത്തിൻ്റെ ഖമനേയിയുടെ അലി ഖമനേയിയുടെ മരണത്തിന് ശേഷം ഒരാൾക്കും ഒരു വിവരവുമില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോയെന്നോ അദ്ദേഹം മരിച്ചിട്ടുണ്ടോയെന്നോ ഉള്ള കാര്യത്തെക്കുറിച്ച് ഒരുറപ്പുമില്ല. മരിച്ചു എന്ന് വ്യാപകമായിട്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ് മരിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് വന്നിട്ട് പഴയ ചിത്രങ്ങളാണ് ഇവരെടുത്ത് കൊടുത്തിരിക്കുന്നത്. 4 പേരും കൂടി ഇരിക്കുന്നതല്ല, 2 പേര് വെച്ചൊരു സോഫയിലിരിക്കുന്ന ചിത്രങ്ങൾ എടുത്തു കൊടുത്തുകൊണ്ട് പറയുന്നത് അവർ മരിച്ചിട്ടില്ല, അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ പഴയ ചിത്രം കൊടുത്തതിന് ശേഷം ഇവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിലൂടെ ഇറാൻ ജനത കടന്നു പോകുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഈ മൊജിതാബ് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തേണ്ടതല്ലേ? ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. അപ്പം മൊജിതാബ് ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി മൊജിതാബിനാണെങ്കിൽ ഈ മതവിദ്യാഭ്യാസം താരതമ്യേന വളരെ കുറഞ്ഞ ഒരാളാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മാർജ പരീക്ഷ പാസ്സാകാത്ത ഒരാളാണ് ഇത്തരത്തിലുള്ള അത്യുന്നതമായൊരു പദവിയിലേക്ക് ഈ 88 അംഗങ്ങൾ വരുന്ന മതപണ്ഡിത സദസ്സ് തിരഞ്ഞെടുക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ മാർജ എന്ന ബിരുദം ഇറാൻ്റെ ഷിയ മതത്തിൻ്റെ ആത്മീയ പരമപദത്തിൽ എത്തുന്ന ഒരാൾക്ക് കിട്ടുന്ന വിവരമാണ്. മതപരമായ വിദ്യാഭ്യാസത്തിൻ്റെ പരമാവസ്ഥയാണ്. ഇസ്ലാമിക നിയമവിജ്ഞാനത്തിൻ്റെ പരമാവസ്ഥയാണ്. ഇസ്ലാമിക ഭരണ സമ്പ്രദായത്തിൻ്റെ പരമാവസ്ഥയാണ്. ഇസ്ലാമിക ജീവിത രീതികളുടെയും പരമാവസ്ഥ അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപനാണ്. അങ്ങനെ സർവ്വസൈന്യാധിപൻ വരെ ആകുന്ന ഒരാൾക്ക്
ഈ മാർജ ബിരുദം ഉണ്ടാകണം എന്നുണ്ട്. ഉം. പക്ഷേ ഇയാളുടെ അച്ഛൻ ബാപ്പ അതാകുന്ന സമയത്ത് ബാപ്പയ്ക്ക് ഉണ്ടായിരുന്നില്ല. ബാപ്പയ്ക്ക് ഇല്ലാഞ്ഞിട്ട് ബാപ്പ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഭരണഘടനയിൽ മാറ്റം വരുത്തിയിട്ടാണ് അതായത്. ഉം. കാരണം മാർജ എന്നുള്ളതിന് സ്ലാഷ് ഇട്ടിട്ട് ഉം. ഇസ്ലാമിക സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞാൽ ആ സ്കോളർഷിപ്പാണ്. അതും ക്ലെയിം ചെയ്യാനായിട്ട് ഇയാൾക്ക് അധികാരമില്ല. കാരണം ഇയാൾക്ക് അങ്ങനെ ഇസ്ലാം മതത്തിൻ്റെ മതവിദ്യാഭ്യാസത്തിൻ്റെ ഒരു പാണ്ഡിത്യം ലഭിച്ചിട്ടുള്ള ഒരാളല്ല. അങ്ങനെയുള്ള ഒരാൾ 88 അംഗ മതപണ്ഡിത സദസ്സ് തിരഞ്ഞെടുക്കും എന്ന് വിശ്വസിക്കാനുള്ള പ്രയാസമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അക്കാര്യം പല വാർത്താ ഏജൻസികളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഇയാളെ എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒന്നത്. രണ്ടാമത്, ഈ അത്യാഹിതത്തിന് ശേഷം നേരത്തെ പറഞ്ഞ ആ സഭ ചേർന്നതായിട്ടൊരു തെളിവുമില്ല. സാർ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ മനസ്സിലൂടെ പോയത്, നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ ആദ്യം അലി റേസ അറഫിയെ വാഴിച്ചു. അതിനുശേഷം ഇപ്പോൾ വാഴിച്ചുകൊണ്ടിരിക്കുന്നത് മുജ്തബയാണ്. പക്ഷെ നമ്മൾ നാഷണൽ ഇന്റർനാഷണൽ മീഡിയാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ നേതാവിനെ, അവരുടെ സ്പിരിച്വൽ ലീഡറിനെ തിരഞ്ഞെടുത്തതായിട്ടുള്ള സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളൊന്നും വരുന്നതുമില്ല. അപ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ട് ഇതെങ്ങനെ അല്ല, കിട്ടുന്നു? മലയാളത്തിലെ മാധ്യമങ്ങൾ, വിശേഷിച്ചും ദൃശ്യമാധ്യമങ്ങൾ, വളരെ ഏകപക്ഷീയമായിട്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. അതവർക്ക് അതിൻ്റെ തിരിച്ചടികൾ ഇപ്പോൾ തന്നെ അവർക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ നമുക്ക് ഇറാൻ്റെ താല്പര്യം സംരക്ഷിക്കലല്ല നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ പ്രശ്നം. ഇറാൻ്റെ ഈ GCC രാജ്യങ്ങളില്ലേ, മറ്റേ സൗദി തുടങ്ങി UAE തുടങ്ങി മറ്റേ ഒമാൻ തുടങ്ങി ഇങ്ങോട്ട് വരുന്ന UAE, ഒമാൻ, ദുബായ്, ഇങ്ങനെ വന്നിട്ട് ഖത്തർ, ബഹറിൻ, ഈ രാജ്യങ്ങളില്ല, അവിടെയൊക്കെ മലയാളികളുണ്ടല്ലോ. ആ മലയാളികളെ സംരക്ഷിച്ച് നിർത്തുന്നത് ആ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇറാൻ അനുകൂലമായി ഒരു വാക്ക് എഴുതുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ പിന്നെ പുറലോകം കാണില്ല, അപ്പം അറസ്റ്റ് ചെയ്യും. അതാണ് അവിടുത്തെ നിയമം. കാരണം രാജ്യദ്രോഹമാണ് ചെയ്യുന്നത്. അവരുടെ രാജ്യത്തെ ക്ലസ്റ്റർ ബോംബുകളിട്ട് ആക്രമിക്കുകയും അവരുടെ എണ്ണപ്പാടങ്ങൾക്ക് തീ കൊടുക്കുകയും അവരുടെ മനുഷ്യരെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം അവരുടെ ആക്രമണത്തെ ആ ആക്രമണകാരികൾക്ക് അനുകൂലമായിട്ടാണ് ഇവരെല്ലാവരും കൊടുക്കുന്നത്. അത് ഇറാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇറാനെ തൃപ്തിപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാനോടൊപ്പം നിൽക്കുന്ന തീവ്രവാദ സമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ മലയാളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. മറ്റേ മാധ്യമങ്ങൾക്ക് ആ ബാധ്യത ഇല്ലാത്തതുകൊണ്ട് അവരത് ചെയ്യുന്നില്ല. കാരണം ഇവർക്കൊരു പക്ഷേ മിക്കവാറും മലയാളത്തിലെ എണ്ണപ്പെട്ട മാധ്യമങ്ങൾക്കെല്ലാം ഇവരുടെ ഫണ്ടിങ് ഉണ്ടാകും. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഫണ്ടിങ് നിലച്ചു പോകും. ഫണ്ടിങ് നിലച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ചാനലിൻ്റെ മേധാവി വന്നിട്ട് പറഞ്ഞത് ഞാൻ അമ്പരന്ന് പോയൊരു സാധനമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടത്. ഞങ്ങൾക്ക് പരസ്യം തരുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ചിലപ്പോൾ വാർത്ത കൊടുക്കാതിരിക്കും, ചിലപ്പോൾ കൊടുക്കുകയും ചെയ്യുമെന്ന്. അപ്പോൾ വാർത്തയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് പരസ്യത്തിന് വേണ്ടി നിൽക്കുകയും ആ പരസ്യം വാങ്ങിച്ച് നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ക്രെഡിബിലിറ്റി ഇല്ലാത്ത വാർത്ത കൊടുക്കുന്ന മലയാളത്തിലെ മാപ്രകൾ എന്ന് പറയുന്ന ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇറാന് വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ഈ 88 അംഗ പൊതുസഭ അത് മതപണ്ഡിതന്മാരുടെ സഭയാണ്. ആ മതപണ്ഡിതന്മാരുടെ സഭ ചേർന്നതിനായി ഒരു തെളിവും ഇതുവരെ വന്നിട്ടില്ല. ആ സഭ ചേർന്നതിന് ശേഷം മാത്രമേ ഇങ്ങനെ നിശ്ചയിക്കാനും പറ്റൂ, പരമാധികാരിയെ നിശ്ചയിക്കാനും പറ്റൂ. അപ്പോൾ ഈ സഭ ഈ യുദ്ധത്തിനിടയ്ക്ക് യുദ്ധം കഴിഞ്ഞ് ഇനി സഭ ചേർന്ന് കഴിഞ്ഞാൽ ആ സഭയും ബോംബിട്ട് തകർക്കുമെന്ന് സഭയിലുള്ളവർക്ക് പേടിയുണ്ട്. സർ, അതിനിടയിൽ ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഇരുന്ന് തീരുമാനിക്കേണ്ട, ഇറാൻ ഇനി ആര് ഭരിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഒരു ആക്രമണത്തില് ഖമനേയി ഉൾപ്പെടെയുള്ളവർ, ഇപ്പൊ മകൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. സംസ്കാരം ഖമനേയിയുടെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിനുശേഷം രണ്ടാമതൊരു മാസീവ് അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ അറഫിയുടെ കാര്യവും എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഹിസ്ബുള്ള നേതാവ് ഉണ്ടായിരുന്നു, അയാളെ എലിമിനേറ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ
വാർത്തകൾ വന്നു. അപ്പോൾ അതിനിടയിൽ ഈ പറയുന്ന ഖമനേയിമാർ, ചോട്ടാ ഖമനേയിമാരെല്ലാം തന്നെ മിസ്സിംഗ് ആവുകയും ചെയ്യുമ്പോൾ അതൊരു അല്ല, ഞാൻ ചോദിക്കട്ടെ, ബാപ്പയുടെ ശവസംസ്കാരത്തിനെങ്കിലും മക്കൾ പങ്കെടുക്കേണ്ടതല്ലേ? വേണ്ടേ? വേണ്ടത് വാപ്പയുടെ ശവസംസ്കാരത്തിൽ പോലും പങ്കെടുക്കാതെ മക്കൾ ഒളിസങ്കേതത്തിൽ എവിടെയോ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ മക്കളെ കുറ്റം പറയാൻ പറ്റില്ല. വാപ്പയും ഒളിസങ്കേതത്തിലായിരുന്നു. അതെ. വാപ്പ അന്ന് കുഴപ്പമൊന്നുമില്ലാതെ മണ്ട് പുറത്ത് വന്ന ദിവസമാണ് വാപ്പയെ കൊന്നത്. അപ്പോൾ ഈ മക്കൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരും കൊല്ലപ്പെടുമെന്നുള്ള ഭയമുള്ളതുകൊണ്ട് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ പുറത്ത് വരെയില്ല എന്ന് മാത്രവുമല്ല, ഇത്ര സൂക്ഷ്മത്തിൽ ഈ അതിരഹസ്യമായി നടന്ന ഒരു യോഗത്തിലേക്ക് ബോംബ് വന്ന് വീണ് അവരെല്ലാവരും മരിക്കാം എന്നുണ്ടെങ്കിൽ ഈ 88 പേരുടെ ഒരു യോഗം ഒരു സ്ഥലത്ത് രഹസ്യമായി ചേർന്ന് കഴിഞ്ഞാൽ അവിടെയും ഇത് സംഭവിക്കില്ല എന്ന് എങ്ങനെ ഉറപ്പുണ്ട്? അതുകൊണ്ട് ആ യോഗം ചേർന്നിട്ടില്ല എന്നാണ് ഞാൻ ഒരു മാധ്യമത്തിൽ വായിച്ചത്. ആ യോഗം ചേർന്നാലല്ലേ തിരഞ്ഞെടുപ്പ് സാധിക്കുള്ളൂ. അതെ. പക്ഷെ ആരെങ്കിലും തിരഞ്ഞെടുത്ത് ഇറാൻ ഇപ്പോൾ ഒരു പരമോന്നത നേതാവ് ഉണ്ടാക്കി ഇറാനെ യുദ്ധം ചെയ്യിപ്പിക്കണമെന്ന് തീരുമാനിച്ചു ഉറപ്പിച്ച് ഇവിടെ ഇരുന്ന് ചാനൽ മുറികളിലിരുന്ന് യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ മാധ്യമപ്രവർത്തകരാണിത് പറയുന്നത്. മറ്റവരത് പറയുന്നില്ല. അവിടെ ഫീൽഡിൽ പോയിട്ട്, ഇറാനിൽ പോയിട്ട് ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര മാധ്യമവും ഞാൻ കുറേ നോക്കിയതാണ്. ഇതിനെക്കുറിച്ച് കൺഫേംഡ് ആയിട്ടൊരു വാർത്ത പറയുന്നില്ല. ഇവരെ പിന്നെ കണ്ടിട്ടില്ല, ഇവരെവിടെയാണെന്ന് അറിയില്ല. കാരണം ഇവർ ഇപ്പോൾ ഈ ശവസംസ്കാരത്തിലെങ്കിലും പങ്കെടുക്കേണ്ടതല്ലേ? അച്ഛൻ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ മക്കൾ വന്ന് കാണേണ്ടതല്ലേ? അതുപോലും ചെയ്തിട്ടില്ല. അതുപോലും ചെയ്യാതിരിക്കുന്ന മക്കൾ എവിടെയാണ് എന്നുള്ള കാര്യം അറിയാനും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ആണ് ഈ പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട മൊജിതാബ് ഇപ്പോൾ തന്നെ ആകും എന്ന് പറഞ്ഞ് ഇവർ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.